പാപ്പിനിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുശീല നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി സുശീല, ഞെട്ടലുണ്ടാക്കുന്ന, കേൾക്കുമ്പോൾ വിറയ്ക്കുന്ന വാർത്തയാണ്. 12 വയസ്സുകാരിയാണ് ആ കുഞ്ഞിനെ കൊന്നത്, കിണറ്റിലേക്ക് എറിഞ്ഞത് എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. എന്താണ് താങ്കൾക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? എനിക്ക് കൂടുതൽ വിവരങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയി. അപ്പോൾ അറിയാൻ കഴിഞ്ഞത്, ആ സംഭവം നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിട്ടില്ല. അറിയാൻ കഴിഞ്ഞത് 12 വയസ്സുള്ള കുട്ടി രാത്രിയിൽ ബാത്റൂമിൽ പോയി 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. അത് വരുമ്പോൾ കുട്ടീന്റെ അമ്മയുടെ സൈഡ് കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞേ. വന്ന് നോക്കിയപ്പോൾ കുട്ടിനെ കാണുന്നില്ല. അപ്പോൾ അവിടെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികളായ കുറെ ആൾക്കാരുണ്ടായിരുന്നു ക്വാർട്ടേഴ്സിൽ. ഒച്ച വെച്ചതിന്റെ ഭാഗമായി എല്ലാവരും കൂടി അവിടെ നിന്ന് പരുതി. അങ്ങനെ അതിന്റെ ഭാഗമായി കുട്ടീനെ കുറെ കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാർ പോയി നോക്കിയപ്പോൾ കിണറിലാണ് കാണാൻ വേണ്ടി സാധിച്ചത്. മറ്റു കൂടുതൽ വിവരങ്ങളെല്ലാം പോലീസ് കണ്ടെത്തി തീരുമാനിക്കട്ടെ. ഈ ചെറിയ കുഞ്ഞ്, നമ്മൾ ഈ കൊന്നെന്ന് പറയുന്ന ഈ കുഞ്ഞും 12കാരിയും വളരെ ചെറിയ കുട്ടിയാണല്ലേ? അപ്പോ പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിൽ ചെയ്തതാകാം. കുട്ടി ആ അമ്മയുടെ, ഈ കുട്ടിയുടെ സഹോദരിയല്ല 12കാരി, കുട്ടിയുടെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ മകളാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതായത് കൊച്ചച്ഛന്റെ മോളെയാണ് കിണറ്റിലിട്ടത്. ആ കുട്ടിയെ ഇട്ടെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ കണ്ടത്. അത് ഇവരാരും കണ്ടതുമില്ല കിണറ്റിലേക്ക് ഇടുമ്പോ? ഇല്ല. ആ സമയത്ത് കറണ്ട്, നമ്മൾ മഴയുണ്ടായിരുന്നു ഇന്നലെ രാത്രിയില്. അപ്പൊ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് വരലും പോകലുമാണ്. ആ സമയത്തായിരിക്കാം ചെയ്തത്. ആ സമയത്തായിരിക്കാം. കുട്ടി വന്നപ്പോ ആടെ കുട്ടി ഇല്ലാന്നാ പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും കുട്ടിയെ തിരച്ചിൽ നടത്തിയത്. ഈ കിണറ്റിൽ എറിഞ്ഞ കുട്ടി തന്നെയാണ് പറഞ്ഞത് കുഞ്ഞിനെ കാണാനില്ലെന്ന്? അതെനിക്കറിയില്ല. അങ്ങനെ പറയുന്നത് ഞാനവിടെ ഇല്ലല്ലോ, ഞങ്ങളവിടെ ഇല്ലല്ലോ. നമ്മൾ പിന്നീട് ആൾക്കാർ പറയുന്നത് കേട്ടതിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. തീർച്ചയായിട്ടും. വളരെയധികം നന്ദി ശ്രീമതി സുശീല ഞങ്ങളോട് സംസാരിച്ചതിന്. എന്തായാലും 4 മാസമുള്ള കുഞ്ഞിനെയാണ് ബന്ധു കൂടിയായ 12 വയസ്സുകാരി കിണറ്റിൽ എറിഞ്ഞ് കൊന്നത്. ഇപ്പോൾ ആ പെൺകുട്ടി കുറ്റം സമ്മതിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ബൈജു തുടരുന്നുണ്ട്. ബൈജു, എൻ്റെ വീട് അപ്പൂൻ്റെയും എന്ന് പറയുന്ന ഒരു സിനിമ നമ്മളെയൊക്കെ പഠിപ്പിച്ചതും നമ്മളോട് പറഞ്ഞതും ഇത് തന്നെയാണ്. എന്നോടുള്ള സ്നേഹം കുറയുന്നു എന്ന് തോന്നുമ്പോൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന സ്വാഭാവികമായ ദേഷ്യം അതൊരു കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുന്നു. തീർച്ചയായും സമാനമായ രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് അശ്വതി. ഇതിൽ ഏറ്റവും പ്രധാനം, ഇവർ വളരെ സ്നേഹത്തോട്, അതായത് ഈ 12 വയസ്സുകാരിയും ഈ യാസിയ എന്ന് പറയുന്ന കുട്ടിയും അതോടൊപ്പം തന്നെ ഈ മുത്തുവിന്റെ സഹോദരന്റെ മറ്റൊരു മകളും 10 വയസ്സുകാരി, ഇവരൊക്കെ വലിയ തോതിൽ ഒരുമിച്ച് കളിച്ച് വളരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനൊരു ആശങ്കയുണ്ട്, ഇങ്ങനൊരു സംശയമുണ്ടെന്ന് ഇവർക്ക് തോന്നിയതേ ഇല്ല എന്നാണ് പറയുന്നത് പോലീസ്. ഈ മുത്തുവും അതുപോലെ തന്നെ ഈ ഇവരുടെ ഭാര്യയും ഇവർ ഈ ആക്രി സാധനങ്ങളൊക്കെ പെറുക്കി ജീവിക്കുന്ന ഒരു വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. 2 മുറി മാത്രമുള്ള ഒരു വീട്ടിലാണ് ഇവർ. ആ ഒരു ചെറിയ ദാരിദ്ര്യ അവസ്ഥയിലും വളരെ സന്തോഷത്തോടുകൂടി കഴിയുന്ന ഒരു കുടുംബം. ഒപ്പം ഈ ഇപ്പോൾ കൊലപാതകം നടത്തിയ ഈ കുട്ടി ഉൾപ്പെടെ ഇവരുടെ കൂടെ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ കുട്ടി ഇവരുടെ കൂടെ തന്നെ ആയിരുന്നു താമസമെന്നാണ് പോലീസ് പറയുന്നത്. തുടക്കത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയെ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ഈ ശുചിമുറിയിൽ പോയി വന്ന സമയം, അതായത് ശുചിമുറിയിൽ താൻ പോകുമ്പോൾ കുട്ടി അവിടെ ഉണ്ടായിരുന്നു, മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ കുട്ടിയെ കാണുന്നില്ല എന്നായിരുന്നു 12 വയസ്സുകാരുടെ മൊഴി തുടക്കത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഏതെങ്കിലും തരത്തിൽ ഈ പെൺകുട്ടിയെ സംശയം തോന്നുന്ന ഒരു സാഹചര്യമേ ഉണ്ടായിരുന്നില്ല. ഈ രക്ഷിതാക്കളെ വലിയ തോതിൽ രാവിലെ മുതൽ ചോദ്യം ചെയ്യുകയായിരുന്നു പോലീസ്. പ്രത്യേക സംഘത്തെ രൂപീകരിക്കുകയായിരുന്നു. പുറത്തുനിന്നും ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും വീടിനകത്ത് എത്തി ഈ കൊലപാതകം നടത്തിയെന്ന ഒരു സംശയം പോലീസിന് ഉണ്ടായിരുന്നില്ല. കാരണം ഈ മുറിയൊക്കെ വാതിലൊക്കെ അടച്ചു കിടന്നതായിരുന്നു. ഇവർക്ക് അടച്ച് അത്തരത്തിൽ കിടന്നുറങ്ങുന്ന ഒരു സമയത്തായിരുന്നു ഈ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ ഏതെങ്കിലും തരത്തിൽ സംശയിച്ചില്ല. ഏറ്റവും ഒടുവിലായി പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പെൺകുട്ടി ഇതിന്റെ കാര്യങ്ങൾ ഓരോന്നായി പുറത്തു പറയുന്നതും തനിക്ക് ഈ വീട്ടിൽ സ്ഥാനം കുറയും, മറ്റൊരു കുട്ടി ഇവിടെ വന്നിരിക്കുന്നു, ആ കുട്ടി വളരുമ്പോൾ തന്നോടുള്ള സ്നേഹം കുറയും, ആ ഒരു കാരണം കൊണ്ടാണ് ഈ കുട്ടിയെ എടുത്ത് ഇത്തരത്തിൽ പുറത്തേക്ക് കൊടുത്തുകൊണ്ടുപോയി കിണറ്റിൽ എറിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ, അതായത് 5-10 മിനിറ്റിനകത്ത് ഈ ക്രൂരകൃത്യം ഈ കുട്ടി ചെയ്തതിന് ശേഷം വീട്ടിൽ തന്നെ തിരിച്ചെത്തി വീട്ടുകാരോട് ഈ കുട്ടിയെ കാണുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് തന്നെ ഒരു സംശയവും ഉണ്ടാകാത്ത രീതിയിൽ ഒരു കൊലപാതകം നടത്തിയതിനു ശേഷം വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു. പിന്നീട് ഈ കുട്ടിയെ അന്വേഷിക്കാൻ വേണ്ടി
പ്രതി ഈ 12 വയസ്സുകാരിയും അവരൊപ്പം ചേരുന്നു. ഏറ്റവും ഒടുവിൽ അടുത്ത് താമസിക്കുന്ന ഒരു അതിഥി തൊഴിലാളികളാണ് ഈ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തുന്നത്. അപ്പോഴും സംശയം ഉണ്ടായിരുന്നത് കൊലപ്പെടുത്തിയതിനു ശേഷം ഈ കിണറ്റിൽ ഈ കുട്ടിയെ കൊണ്ടിട്ടതാണോ, അതല്ല കിണറ്റിൽ എറിഞ്ഞതിന് ശേഷം മരണം ഉണ്ടായതാണോ. ഏതായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് അല്പസമയത്തിനകം നമുക്ക് ലഭിക്കും. ഏതായാലും പോലീസിനെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ